ഞാൻ ഇനി ഇവിടുത്തെ പെണ്ണുങ്ങളെ നശിപ്പിക്കും. വിളിക്കണം എന്റെ പോലീസിനെ, വിളിക്കാൻ. ജസ്റ്റിൻ, എന്താണ് ഇത്? എന്ത് കുരുത്തക്കേടാ മോനെ നീ കാണിക്കുന്നത്? സ്വന്തം അമ്മാവനെ തല്ലുക? തല്ലല്ല, കൊല്ലും ഞാൻ. കൊന്ന് കടലറിയും. ഇയാൾ ആ തള്ളക്ക് ദൈവമായിരിക്കും, പക്ഷെ എനിക്ക് പുല്ല. പുല്ല് മാറോട്. ശരിയപ്പോ നാളെ കാണാം. ബൈ ബൈ. നീ ഉണ്ണിപ്പിള്ളയുടെ മോളല്ലേ? എന്താടി നിനക്ക് എന്നെ കണ്ടിട്ടുണ്ട് മൈൻഡില്ലാത്ത? മൈൻഡ് ചെയ്യാൻ ഇയാളോട്ട് നാട്ടുരാജൊന്നും അല്ലല്ലോ. ഒന്ന് പോടാ. എന്നോടൊന്നെ കളി. കടാപ്പുറത്തെ കള്ള് ഷാപ്പിലെത്തുമ്പോ എന്റെ മോന്റെ ചെലവാ. പോരട്ടെ, ഇങ്ങനെ പോരട്ടെ. കപ്പയ്ക്ക് തിരി മത്തിക്കരിയും പോരട്ടെ. പോരട്ടെ, ഇങ്ങനെ പോരട്ടെ. അപ്പം വെറുതെ ആക്രാന്തം കാണിക്കണ്ട കേട്ടാ. വായി കൊള്ളുന്നത് അകത്തേക്ക് ചെലുത്തിയാ മതിയെന്ന്. വെപ്രാളം കാണിച്ച് ഇവിടെയൊക്കെ വൃത്തിയേടാക്കിയാല് കഴുക ആ പൊട്ടി പെണ്ണ് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കൻ പറഞ്ഞത് കേട്ടല്ല, ആരും ആക്രാന്തം കാണിക്കണ്ടെന്ന്. കിഴവന്മാർ ഇവിടുത്തെ സ്റ്റാക്ക് തീർക്കണ ലക്ഷണമാണ് കേട്ടാ. കളി ജയിച്ചതിന്റെ പേരും പറഞ്ഞ് ഇച്ചാൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? സാരമില്ല രാജേഷ, എന്നും കുന്നും പച്ചക്കഞ്ഞി ഉപ്പാവും കേസല്ലേ, വല്ലപ്പോഴും വായിക്ക് രുചിയായിട്ട് കഴിക്കട്ടെന്ന്. എന്താടി പെണ്ണേ, ഇവന് വല്ലതും നേരത്തിനും കാലത്തിനും വെച്ച് കൊടുക്കണുണ്ടാ നീ? എന്നാ പിന്നെ ഇച്ചാൻ ഇവിടെ തന്നെ ഇരിക്കല്ലേ? എനിക്ക് ആ ഉണ്ണിപ്പിള്ള ചേട്ടനെ ഒന്ന് കാണാനുണ്ട്. ഓ, ഉണ്ണിപ്പിള്ള ചേട്ടനെ കണ്ടിട്ട് നിനക്കങ്ങ് കോരിത്തരിക്കണമല്ല. ചന്ദ്രിക കോളയെ വിട്ട് വന്ന് കാണും. പോട് കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കട്ടെ. പക്ഷേ ഒരു ചോദ്യമുണ്ട്. നീ ആ പെണ്ണിനെ സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയാൽ ഈ പൊട്ടിപ്പെണ്ണിന്റെ കാര്യം ആര് നോക്കും? ഇവള് നിന്റെ മുറപ്പെണ്ണല്ലടാ. നീ പേടിക്കണ്ടടി പെണ്ണേ, അവൻ ആ പഠിപ്പുകാരി പരിഷ്കാരി കോതയോടൊരു വെപ്രാളമാണ്. നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത്രമാത്രം വിഷമിക്കാനെ കൊണ്ട് എന്താണ് പ്രശ്നം? ഞാൻ സത്യമല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ. ഇല്ല ചായ, നിങ്ങൾ പറയണ സത്യം തന്നെയാണ്. പക്ഷെങ്കിൽ എനിക്കുണ്ടല്ലോ മനസ്സെന്നൊരു സാധനം. അതിൽ കയറി പറ്റിയ പെണ്ണ് ചന്ദ്രികയാണ്. കുട്ടിക്കാലത്തെ മോഹിച്ചു പോയതാ. ഇനി എത്ര കഴുകിയാലും തുടച്ചാലും പോവില്ല. ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറിയ ആണിന്റെ ശങ്കിലുണ്ടാവണ പെടപെടപ്പ് ഞാൻ ഈ ചായനോട് പറഞ്ഞു തരണ്ടല്ലോ. വേണ എന്താ ജംഗ്ഷനിൽ അടി നടക്കുന്ന ചായ? അയ്യോ, ഹംസൻ തമ്മിയെ ജസ്റ്റിനെ എടുത്തിട്ട് പെരുമാറാ. ജസ്റ്റിനെ തൊട്ടുകളിക്കുന്നല്ലടാ. നന്നായിട്ട് കിട്ടിയടാ. പടി ഇവൻ തന്നെ ഉപദ്രവിച്ചോടി ചന്ദ്രയെ. ഇനി ആ ജസ്റ്റിനെ നീ എന്തിനാടാ ഈ കരയിലെ പാവപ്പെട്ട പിള്ളേരെയെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കണേ? നോക്ക്, നിന്റെ അമ്മാവൻ സെബാസ്റ്റ്യൻ സാറിനോട് നമുക്കൊക്കെ സ്നേഹവും ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിന്റെ കൊള്ളരുതായ മകൾ സഹിക്കുകയും ചെയ്ത് ഇതിപ്പോൾ അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ക്ഷമിക്കാനും തയ്യാറാണ്. നീ പെങ്കൊച്ചിനൊരു മാപ്പ് പറഞ്ഞിട്ട് നേരം വൈകുമ്പോൾ വീട്ടിൽ പോകാൻ നോക്കിയാണ്. അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അനിയത് നോക്കിയാണ് പങ്കായം പിടിച്ചിട്ട് അതിനകത്ത് തഴമ്പ് ഉശിരും വന്നിരിക്കണേ. നിനക്കൊക്കെ കോരിത്തരിക്കാൻ ഇങ്ങനെ ഒരു കൊട്ട മതി കേട്ടോ.
നമ്മളിത് പന്തടിച്ച് ശീലിച്ച കാലാണ് പിള്ളേ. നീ കാണിച്ചു കൂട്ടിയ തോന്നിയാസിന് ചെറിയൊരു ഫൗൾ കിക്ക് തന്നാ പോരാ, പെനാൽറ്റി തന്നെ അടിക്കണം. നീ ഉപദ്രവിച്ചില്ലേ ചന്ദ്രിക? അവളുടെ സഹോദരൻ തമ്പി പെനാൽറ്റിക്ക് ബെസ്റ്റാ. ജസ്റ്റിൻ പിള്ളയ്ക്ക് നിന്റെ പെനാൽറ്റി കിക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് കോരി തരിപ്പിക്കടാ. നോക്കി നിൽക്കാതെ കൈയടിച്ചൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കണം. എന്താടാ നീ നടുറോട്ടിലും ഫുട്ബോൾ കളി തുടങ്ങാനിരുന്നതാണ് കേട്ടാ, അപ്പോഴേക്കും സാറ് വന്നില്ലേ. ഉള്ള കഞ്ചാവും പൊടിയൊക്കെ വലിച്ചു കയറ്റി ഈ കുട്ടി തേവാങ്ക് ഇവിടെ കിടന്ന് പൂന്ത് വിളയാടുകയാണ് സാറേ. കയ്യിലാണെങ്കിൽ കരുവാട് പോലത്തെ ഒരു ഉണക്ക കത്തിയുണ്ട്. സാറ് സെബാസ്റ്റ്യൻ സാറിന്റെ ബന്ധുവല്ലേ, ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാന്നോ. നീ പോടാ, ഞാൻ കയറി പിടിച്ച നിന്റെ അമ്മയും മംഗളൊന്നുമല്ലോ. പണ്ട് കെട്ടിക്കൊണ്ടുവന്ന ഒരുത്തി 5-6 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവളെയാണോ നീ ഇപ്പൊ കീപ്പായിട്ട് വെച്ചിരിക്കുന്നത്? വായി തോന്നി പറയാണെന്ന് കരുതിയാ മതി. നീ എത്തിയ CI വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മോക്കടെ കാര്യങ്ങൾ അറിയാൻ വീട്ടിൽ വന്നതാ സെബാൻ. കേട്ട് കഴിഞ്ഞപ്പോ അനന്തരവന്റെ വിക്രിയകൾ ഓർത്തു ഒരേ സങ്കടം. എന്നാ പിന്നെ തൊള്ളി കഴിച്ച് ആശ്വസിക്കാൻ പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഞാനും പള്ളിയിലച്ഛനും സെബാനും ഒക്കെ ഒരേ പള്ളിക്കുടത്തി പഠിച്ചവരാടാ, നിനക്കറിയാവാ. രാരിച്ച, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? ചേച്ചി നശിപ്പിക്കപ്പെട്ട് ഇവളിങ്ങനെ അനാഥയാകാൻ കാരണം ജസ്റ്റിനാണെന്നാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നേ. നിവൃത്തികേട് കൊണ്ടാ നീ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം. എങ്കിൽ പിന്നെ ഞാൻ ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. മറ്റൊന്നുമല്ല, പെങ്ങൾക്ക് സുഖമില്ലാത്തതാ കാരണം. സഹായിക്കാൻ ഒരാളില്ലാതെ പറ്റില്ല. മാസാമാസം ഞങ്ങളൊരു തുക ഇവളുടെ പേരിൽ ബാങ്കിൽ ഇട്ടോളാം. നാളെ ഒരുത്തനെ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ അത് അവൾക്കൊരു ഉപകാരമാകുകയും ചെയ്യും. അതെന്താ സബാനെ അങ്ങനെ പറഞ്ഞു? നാളെ അവക്കൊരു ജീവിതം കൊടുക്കേണ്ടത് ഇവൻ തന്നെയല്ലേ? അല്ല, എനിക്ക് എന്റെ ജീവിതം തന്നെ വലിയൊരു ബദ്ധപ്പാടാ. ഇപ്പൊ തന്നെ സാർ ഇവളെ അങ്ങ് കൊണ്ടുപോയിക്കോ. കല്യാണം കഴിപ്പിച്ച് വിട്ട അത്രയും ഉപകാരം എന്നേ ഞാൻ കരുതുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നതാ. ജസ്റ്റിൻ എന്തോ അടിപിടി ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അന്വേഷിക്കാൻ ഇറങ്ങി. അറിഞ്ഞു. ഏതായാലും സെബാനെ സമ്മതിക്കണം. നല്ല പ്രായത്തിൽ പെങ്ങള് വിധവയായപ്പോൾ ഒരു കല്യാണം പോലും കഴിക്കാതെ പെങ്ങളെ സംരക്ഷിച്ച് ജീവിക്കുന്നു. അതിനുള്ള പ്രതിഫലമായിരിക്കും അനന്തരവൻ്റെ ഈ സത്പ്രവർത്തികൾ. ഇത് എൽസി അല്ലേ, രാജിച്ചന്റെ മുറപ്പെണ്ണ്? അതെ. പെങ്ങൾക്ക് സഹായത്തിന് ഒരാൾ വേണമെന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് പോ. അച്ഛനെന്താ പതിവില്ലാതെ ഈ നേരത്ത്? ജംഗ്ഷന് വെച്ച് ജസ്റ്റിൻ ഇസഹാക്കിനോട് എന്തോ പോഴത്തരം പറഞ്ഞു എന്നറിഞ്ഞു. എന്നാ പിന്നെ തന്നെ കണ്ട് 2 തെറി പറയണമെന്ന് തോന്നിയോണ്ട് വന്ന. അവനൊരു കുഴപ്പക്കാരനാച്ചോ, എനിക്ക് തന്നെ അറിയാം. എന്ത് ചെയ്യാനാ? ഇന്നവൻ ചെയ്തത് വെറും കുഴപ്പമല്ല, ശുദ്ധ തമ്മാടിത്തര സഭാനെ. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ തനിക്കൊരാൾക്ക് കഴിയും. താൻ വിചാരിച്ചാൽ ഇസഹാക്കിന്റെ ഭാര്യ ദേവിക്ക് പരോൾ വാങ്ങിക്കൊടുത്തൂടെ? അച്ചോ, അതിൻ്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. ചില ഫോർമാലിറ്റികൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്കിതുവരെ CM-നോട് ആ കാര്യം നിർബന്ധിക്കാനും പറ്റിയിട്ടില്ല. അറിയാം. ഗ്രൂപ്പ് നേതാവ് പറഞ്ഞിട്ട് MLA സ്ഥാനം തെറിച്ചു പോകുന്ന അവസ്ഥയിലാണല്ലോ താൻ. ഇതുപോലുള്ള കൊച്ചുകാര്യങ്ങളൊന്നും ഓർക്കാൻ സമയം കാണില്ല. അച്ഛൻ എന്ത് വർത്തമാനമായി പറയുന്നേ? MLA സ്ഥാനം മോഹിച്ചിട്ടാണോ ഞാൻ ഈ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? വെറുതെ വായി തോന്നുന്നു വിളിച്ച് പറയരുത്. വായി തോന്നല്ല സബാനെ, മനസ്സിൽ തോന്നുന്ന. ഒരുത്തനൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തിട്ട് വർഷം 5-6ആയി. ഇരുവരും പക്ഷെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അവരുടെ ഉള്ളിലെ കാറും കോളും മനസ്സിലാക്കിയിട്ടാ എനിക്കിങ്ങനൊക്കെ വർത്തമാനം പറയേണ്ടി വരണേ.
എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെ സഹാബ്. ചിരിച്ചും പന്ത് കളിച്ചും കടലിൽ പോയി അധ്വാനിച്ച് കിട്ടുന്ന കാശ് ഇവിടുത്തെ വയസ്സന്മാർക്ക് വീതിച്ചു തന്നുവാ അവൻ ഈ കരയെ കഴിയണേ. അവൻ്റെ വീട് അനാഥമായി കിടക്കുന്നു. ആ രീതി തെറ്റാണെങ്കിലും വീട്ടിൽ വാഴേണ്ട പെണ്ണ് ജയിലറിൽ കിടക്കുമ്പോൾ ഒരു പുരുഷനുണ്ടാകുന്ന മനോവേദന സെബാസ്റ്റ്യൻ ആലോചിച്ച് നോക്ക്. അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അച്ഛോ, ഇനി ഈ കാര്യം പറയാൻ ഞാൻ തൻ്റെ അടുത്ത് വരില്ല. എന്താണ് ലേലത്തിൽ വേണ്ട, കഴുത്തിറക്കണ വിലയല്ലേ നീയൊക്കെ ചോദിക്കണം. എനിക്കുള്ള വക ഇസാഖ് കൂട്ടു വന്നു. രാവും വന്നല്ലേ, കണ്ടാ കണ്ടാ കടാല് കൊയ്തുള്ള വരവാണ് കേട്ടാ. കിടക്കിന്ന് കോളടിച്ചല്ലടാ ഇസ, പമ്പിച്ച കൊയ്ത്താണല്ലേ. ഇതൊക്കെ കൊള്ളാം. വിറ്റിട്ട് കിട്ടുന്ന കാശ് വീട്ടിലെത്തിച്ചോണം. ഞാൻ അത്താഴത്തിന് വീട്ടിൽ വരണുണ്ട്. എന്താടാ ഈ ചായന്റെ മൂപ്പിന്ന് വീണ്ടും പുറപ്പെട്ടു പോയി കേട്ടാ. എങ്ങോട്ട്? ആ ബസ്സിൽ കയറി ഇരിക്കുന്നത് കണ്ട നെൽതോക്കപ്പിയാർ പറഞ്ഞു റൂട്ട് അവസാനിക്കുന്നത് മീൻ മാർക്കറ്റ് ജംഗ്ഷനിലാണ്. ഈ ചായനൊന്ന് പോയി നോക്ക് കേട്ടാ. മാർക്കറ്റിംഗ് എല്ലാവരും ഇറങ്ങാം. കൊച്ചു എണീക്ക്, ജംഗ്ഷനെത്തി, നമുക്ക് ഇറങ്ങണം. അതെ, മാർക്കറ്റിൽ ഒരുപാട് മീൻ കണ്ടെന്നിരിക്കും. വാളയും ചൂരയും അയിലയും നവരയും നത്തോലിയും കണവയും ഞണ്ടും ഒക്കെ. മാർക്കറ്റ് കാണാൻ വന്ന കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഇതിലൊന്നും വാങ്ങിക്കണമെന്ന് പറയരുത് കേട്ടോ. എന്നാ എൻ്റെ കൈ പിടിച്ചോ, കൂട്ടത്തിൽ വഴി തെറ്റണ്ട. വാ, അവിടെ നോക്കിയിരിക്കാൻ ഒരു കാലത്ത് ഈ ചന്ത വിറപ്പിച്ചിരുന്ന ആളാണ് ഞാൻ. ദേ ഇവിടെ വെച്ച ഒരുത്തനെ ഞാൻ കുത്തിയത്. ഒറ്റ ചവിട്ടിന് ഒരുത്തന്റെ അവിടെ പോയി വീണു. പിന്നെ ഇവിടുന്ന് കുറെ ആളുകൾ എന്റെ അങ്ങോട്ട് രാജാ, ഇസഹാക്കിന്റെ അപ്പം വേളാങ്കണ്ണി അല്ലയോടാ അത്? ആ ശരിയാ, അരപ്പേര് ലൂസില് ഒറ്റയ്ക്ക് വർത്താനവും പറഞ്ഞിട്ടാ വരവ്. ഇതൊരവസര. ഇസഹാക്കിനുള്ള വക ഇയാൾക്ക് തന്നെ അങ്ങ് കൊടുത്താലോ? അത് ഞാൻ ഏറ്റു. അത് അപ്പൊ തട്ടട്ടെ അച്ഛാ. അയ്യോ, തട്ടടാ മോനെ. അവിടം വരെ പോയത് ഓർമ്മയില്ല.
6 വർഷത്തിന് മുമ്പ് ചന്ദ്രൻ എന്താ പറ്റിയെന്ന് ഓർമ്മയുണ്ടല്ലോ. എടുത്തുചാട്ടത്തിലുള്ള ശിക്ഷ 6 അടി മണ്ണിൽ ആളെ പുതപ്പിച്ച് കിടത്തി. ഇനിയുള്ള പ്രതാപന പട്ടാളം വിട്ടവൻ പറഞ്ഞതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് കോരിത്തരിപ്പിക്കാനാണോ ഉദ്ദേശം? ഇല്ലടാ ഇസാഖേ, ഇല്ല. അങ്ങനെയെല്ലാം അവസാനിപ്പിക്കാനല്ല ഞങ്ങളുടെ ഉദ്ദേശം. നീ ചന്ദ്രന്റെ പ്രാണനെടുത്ത ഇവിടുത്തെ കടാലിൽ തന്നെ നിന്റെയും ചോര പ്രതാപം വീട്ടും. അതിന് കാരണക്കാരായ ചിലരൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവൻ നിന്നെ ഫുട്ബോൾ കളിച്ചെടുക്കാൻ ഇവിടെ വിട്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്നാ ഞാൻ കുറെ കളിച്ചിരിച്ചു കഴിഞ്ഞിട്ട് ചോരയെടുക്കാൻ കോരിത്തരിച്ചോണ്ട് മുന്നിൽ വന്ന് നിന്നോളാം. പിള്ളച്ചൻ പോവിട് പോവിട് അവനല്ലടാ ഞാനാ. കൊന്നുകളെ ഞാൻ. എങ്ങനെയുണ്ട് എന്റെ ചവിട്ട്? നന്നായിട്ടില്ലേ? ഇവിടെ ഇതെന്തോ ഒരാളനിക്കോ ഇല്ലല്ലോ. ആ പെണ്ണിവിടെ ഇല്ലേ? എടി പെണ്ണേ, എൽസിയേ, എന്താ മോളെ? ആരാ നിന്നെ ഉപദ്രവിച്ചത്? എന്നിട്ട് അവൻ എവിടെ പോയോ? എവിടെയെന്ന്? ഞാനിവിടെ ഉണ്ട്. ഇവിടുത്തെ അലമാരിൽ നിന്ന് പൂക്കുന്ന കാശ് കുറച്ചെടുക്കാൻ വന്നതാ. അപ്പോഴാ അവളെന്നെ കയറി തടുക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കയറി കൈകാര്യം ചെയ്യേണ്ടി വന്നത്. സാരമില്ല, ദാ ഇത് കൊടുത്ത് നാളെ അവിടെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. എടാ ദ്രോഹി, എട്ടും പൊട്ടും തിരിയാത്ത ആ മിണ്ടാപ്രാണിയെ നശിപ്പിച്ചിട്ട് പോകാ നീ. പെറ്റ വയറാണെന്ന് നോക്കില്ല ഞാൻ. എന്നെ ഉപദ്രവിച്ചാണ്ടല്ലോ ഒറ്റ കീറി വെച്ചാൽ ഞാൻ വേണ്ട. പെങ്ങളെ തൊട്ടപ്പോ വേദനിച്ചു അല്ലേ? എന്നാൽ ഓർത്തോ, ഇത്തവണ കത്തി കഴുത്ത് വരെ വന്നുള്ളൂ. ഇനി കേറ്റാൻ പോകുന്ന നെഞ്ചിലാ, നെഞ്ചില്. എന്താടി ഈ അസമയത്തൊരു പ്രാർത്ഥന? പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമില്ലേ ചായ? പിള്ളാച്ചനോട് ഞാൻ പറയുന്നുണ്ട്, ഈ കരയെന്ന് എടുത്തിനെ പിടിച്ച് നിന്നെ കെട്ടിച്ചു വിടാൻ. അതിന് ഈ കരയെന്ന് ആര് കെട്ടാൻ പോന്നു? ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് മീൻകൊട്ട ചുമക്കാനല്ല. നീ ചോരതൊന്നും എണീറ്റായിരുന്നോ? സ്വന്തം വീട്ടില് വെപ്പും കുടിയും ഒന്നും ഇല്ലാത്തോണ്ട് കടയപ്പം തിന്നലാണല്ല നിന്റെ നിത്യ സ്വഭാവം. അതുകൊണ്ടായിരിക്കും ഉണ്ണിപ്പിള്ളയുടെ വീട്ടിലെ ചോറിന് നിനക്കിപ്പോ രുചിയില്ലാണ്ടായത്. നിങ്ങൾ അങ്ങനെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട ഏട്ടാ. ഇസയ്ക്ക് ഈ തണ്ടും തടിയൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ചോറും കൂടെ തിന്നിട്ടാ. ഈ ചന്ദ്രയും തമ്പിയും ഞാൻ എന്റെ കൂടപ്പുറപ്പുകളായ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ തന്നെ വേണം കേട്ടാ. ഞാൻ എവിടെയും വീണു ഉയരുപോയാലും നീയേ ഉള്ളൂ എന്റെ മക്കൾക്ക്. അത് മറക്കണ്ട. എന്നാ ഇത് പിടിച്ചോ. ഉദ്ദേശിച്ച വിലയൊന്നും കിട്ടിയില്ല കേട്ടാ. വലിയ കൈനഷ്ടമില്ലെന്ന് പറഞ്ഞാ മതി. നമ്മുടെ വൃദ്ധസദനത്തിലെ വയസ്സം പിള്ളേർക്ക് നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കുക. പായസം 2 എണ്ണം വേണം കേട്ടാ. പഴവും പപ്പടവും ചക്കര വരട്ടി എല്ലാം കൂടെ നല്ലൊരു നായരുടെ സദ്യ ഉണ്ടതുപോലെ ആയിക്കോട്ടെ. പോട്ടാ, ഒരു അടിച്ചുപൊളിയുണ്ട്. എന്താ നാളത്തെ പ്രത്യേകത? എനിക്ക് ഇച്ചായും പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. കളിയായിട്ടാണെങ്കിലും അവൻ പറഞ്ഞത് വേദനിച്ചിട്ടാടി. നാളെ അവന്റെ വിവാഹ വാർഷികമാണ്. 6 വർഷം മുമ്പ് ഞങ്ങളെല്ലാം കൂടി അവനെ കൊണ്ട് ദേവിയുടെ കഴുത്തി താലി കെട്ടിച്ച ദിവസം. പദം പറഞ്ഞാലും പറയാക്കാതെ
എന്താണ് പിള്ളേ ഉറങ്ങിയ? ഞാൻ അവളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ആരെ? ദേവിയെ. അതാരാണ് പിള്ള ഈ ദേവി? ഞാൻ ആ കഥ കേട്ടിട്ടില്ലല്ല. മരിക്കാർ ഊരും ഉലകവും തെണ്ടി ഇവിടെ കൂടിയിട്ട് 1.5 കൊല്ലമല്ലേ ആയുള്ളൂ. അതാ എൻ്റെ അവളുടെയും കഥ കേൾക്കാത്തത്. എങ്കിൽ പിന്നെ പിള്ള പറയും, കേക്കട്ടെ, കഥ കേക്കട്ടെ. മാറ്റക്കര കടാപ്പുറത്തെ ശ്രീധരേട്ടൻ്റെ 2ാമത്തെ മകളായിരുന്നു ദേവി. ആ കടാപ്പുറത്തെ ബ്യൂട്ടി ക്വീൻ. അവളെ എനിക്ക് തരണമെന്നായിരുന്നു ശ്രീധരേട്ടന്. പക്ഷെ തെമ്മാടിയായ മൂത്ത മകൻ ചന്ദ്രനും അവളെ കെട്ടാൻ കുതിച്ച് നടന്ന പ്രതാപനും എനിക്കെതിരായിരുന്നു. കടല് പിണങ്ങി കയറിയപ്പോൾ എൻ്റെ അമ്മച്ചിയോടൊപ്പം ശ്രീധരേട്ടനും മരിച്ചു. പക്ഷെ അങ്ങേര് തുടങ്ങി വെച്ച ഞങ്ങളുടെ ബന്ധത്തിന് മാത്രം മരണം ഉണ്ടായില്ല. അവളെ ഞാൻ ആദ്യം കണ്ടപ്പോഴുണ്ടല്ല, പള്ളിയിലെ നിറമുള്ള കണ്ണാടി കൂട്ടിന്ന് മാലാഹ പറന്നു വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ മുഖത്തുണ്ടായിരുന്നത് കണ്ണുകളൊന്നുമല്ല, 2 നീലക്കടലുകളായിരുന്നു. ഈ ലോകത്ത് പ്രേമിക്കാൻ മാലാഹയെ കിട്ടിയ ആദ്യത്തെ മുക്കുവനാ മരക്കാറെ ഇസഹാക്ക്. ഞങ്ങൾക്ക് ആടിപ്പാടാൻ സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നതും അതുകൊണ്ടാ.